നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കൂജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാണ്ഡം പഞ്ചഷഷ്ടിതമ സർഗഃ 65-ാം സർഗം. 65-ാം സർഗത്തിലെ 1 തുടങ്ങി 15 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി ഏകദേശമായ അർത്ഥമൊന്ന് ചിന്തിക്കാം. 65-ാം സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. അധരാത്ര്യാം വ്യതീതായാം പ്രാതരേവാപരേഹനി വന്ദിതപര്യുപാദിഷ്ടസ്തത്പാർത്ഥിവനിവേശനം സൂതാപരമസംസ്കാരാ മാഗധച്ഛോത്തമശ്രുതാഃ ഗായകാ ശ്രുതിശീലാച്ഛ നിഗദന്ത പൃഥക് പൃഥക്. രാജാനാം സ്തുവതാം തേഷാമുദാത്താഭിഹിതാശിഷാം പ്രസാദഭോഗവിസ്തീർണ സ്തുതിശബ്ദോ ഹ്യവർത്തതേ. തതസ്തു സ്തുവതാം തേഷാം സൂതാനാം പാണിവാദകാഃ അപദാനാന്യുദാഹൃത്യ പാണിവാദാന്യവാദയൻ. തേന ശബ്ദേന വിഹഗാ പ്രതിബുദ്ധാച്ഛസസ്വനുഃ ശാഖാസ്താ പഞ്ചരസ്തച്ഛ യേ രാജകുലഗോചരാഃ. വ്യാഹൃതാ പുണ്യശബ്ദാച്ഛ വീണാനാം ചാപി നിസ്വനാഃ ആശീർഗേയം ച ഗാഥാനാം പൂരയാമാസ വേശ്മദത്. തതശുചിസമാചാര പര്യുപസ്ഥാനകോവിദാഃ ശ്രീവർഷവരഭൂയിഷ്ഠ ഉപതസ്തുര്യുധാ പുരാ. ഹരിചന്ദന സംപൃക്തമുദകം കാഞ്ചനൈർഖടൈഃ ആനിന്യുസ്നാനചിക്ഷാജ്ഞ യഥാകാലം യഥാവിധി. മംഗലാലംഭനീയാനി പ്രാശനീയാന്യുപസ്കരാൻ ഉപനിന്യുസ്തഥാ പുണ്യ കുമാരീ ബഹുലാ സ്ത്രിയഃ. സർവലക്ഷണസമ്പന്നം സർവം വിധിവദർശിതം സർവം സുഗുണലക്ഷ്മീവത് തദഭൂതാഭിഹാരികം. തതഃ സൂര്യോദയം യാവത് സർവം പരിസമുത്സകം തസ്താവനുപസംപ്രാപ്തം കിം സിദ്ധിത്യുപശങ്കിതം. അധയാ കോസലേന്ദ്രസ്യ ശയനം പ്രത്യനന്തരാഃ താ സ്ത്രിയസ്തു സമാഗമ്യ ഭർത്താരം പ്രത്യബോധയൻ. അഥാപ്യുച്ചിതവൃത്താന്താ വിനയേന നയേന ച നഹ്യസ്യ ശയനം സ്പൃഷ്ട്വാ കിഞ്ചിദപ്യുപലേഭിരേ.
താ സ്ത്രിയാ സ്വപ്നശീലാജ്ഞാചേഷ്ടാം സംചലനാദിഷു താവേവധുപരീതച്ഛ രാജ്ഞപ്രാണേഷു ശങ്കിതാഃ പ്രതിസ്രോതസ്തൃണഗ്രാണാം സദൃശം സംചകാശിരേ അധ സന്ദേഹമാനാനാം സ്ത്രീണാം ദൃഷ്ട്വാ ച പാർത്ഥിവം യത്തദാ ശങ്കിതം പാപം തദാ ജജ്ഞേ വിനീക്ഷയഃ. 65-ാം സർഗത്തിലെ 1 തുടങ്ങി 15 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ ദുഃഖത്തിന് അറുതിയായിരിക്കുകയാണ്. അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ആരും അതറിഞ്ഞിട്ടില്ല. അന്നൊക്കെ രാജാക്കന്മാരെ പള്ളി ഉണർത്തുക എന്ന ചടങ്ങ് പതിവാണല്ലോ. രാജാവിനെ ഉണർത്തുപാട്ടുകൊണ്ടും മറ്റ് പല സന്നാഹങ്ങൾ കൊണ്ടുമൊക്കെ ഉണർത്താൻ സ്തുതിപാഠകരും മറ്റ് അംഗങ്ങളുമൊക്കെ വന്ന് അദ്ദേഹത്തെ ഉണർത്തുക പതിവായിരുന്നു രാജാക്കന്മാരെ. അതാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത്. 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം, 1-ാമത്തെ ശ്ലോകം ചൊല്ലി അർത്ഥം പറയാൻ നോക്കാം. അധരാത്ര്യാം വ്യതീതായാം പ്രാതരേവാപരേ ഖനി വന്ദിനപര്യുപാദിഷ്ടം സത്പാർത്ഥിവ നിവേശനം. രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ വന്ദികൾ പാർത്ഥിവൻ്റെ അരമനയിലെത്തി. ശ്ലോകം 2. സൂതാ പരമസംസ്കാരാ മാഗതച്ഛോത്തമശ്രുതാഃ ഗായകാ ശ്രുതിശീലാച്ഛ നിഗദന്ത പൃഥക് പൃഥക്. 2-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം, തികഞ്ഞ സംസ്കാരമുള്ളവരായ സൂതന്മാരും ഉത്തമശ്രുതരായ മാഗധന്മാരും ശ്രുതി ചേർത്തു പാടുന്ന വിദഗ്ധ ഗായകരും വേറെ വേറെ ഉണർത്തുപാട്ട് പാടി. ശ്ലോകം 3. രാജാനാം സ്തുവതാം തേഷാം ഉദാത്താഭിഹിതാശിഷാം പ്രാസാദഭോഗവിസ്തീർണ സ്തുതിശബ്ദോ ഹ്യവർത്തതഃ. അവർ ഉറക്ക സ്തോത്രം ചെയ്ത് ആശിസ്സുകൾ അർപ്പിക്കവേ ആ സ്തോത്ര നിസ്വനം കൊട്ടാരത്തിൽ എമ്പാടും മുഴങ്ങി. ശ്ലോകം 4. തതസ്തു സ്തുവതാം തേഷാം സൂതാനാം പാണിവാദകാഃ അപദാന്യാന്യുദാഹൃത്യ പാണിവാദാന്യവാദയൻ. ശ്ലോകം 4-ൻ്റെ അർത്ഥം, അപ്പോൾ പാണിവാദകർ സ്തോത്രം പാടുന്ന സൂതന്മാരോടൊപ്പം രാജാവിൻ്റെ അപദാനങ്ങളെ ഓരോന്നായി വാഴ്ത്തിക്കൊണ്ട് പാണികുട്ടി പാടി. ശ്ലോകം 5, 6 ചൊല്ലാം. തേന ശബ്ദേന വിഹഗാ പ്രതിബുദ്ധാച്ഛസസ്വനൂഃ ശാഖാസ്താപഞ്ജരസ്തച്ഛ യേ രാജകുലഗോചരഃ. വ്യാഹൃതാ പുണ്യശബ്ദാച്ഛ വീണാനാം ചാപി നിസ്വനാഃ ആശിർഗേയം ജഗാധാനാം പൂരയാമാസവേശ്മതത്. 5-6 ശ്ലോകങ്ങളുടെ അർത്ഥം. ആ ശബ്ദം കേട്ട് പക്ഷികൾ ഉണർന്ന കളഗാനം മുഴക്കി. മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷികളും കൊട്ടാരത്തിലെ പഞ്ചരങ്ങളിലുള്ളവയും ഗാനത്തിൻ്റെ പുണ്യശബ്ദങ്ങളും വീണകളുടെ സ്വനങ്ങളും ആശീർവാദ ഗാനങ്ങളും കേട്ട് ഉണർന്നു. കൊട്ടാരത്തിലൊട്ടാകെ ഈ ശബ്ദങ്ങളെല്ലാം മുഴങ്ങി കേൾക്കായി. ശ്ലോകം 7. തതശുചിസമാചാര പര്യുപസ്ഥാനകോവിദാഃ സ്ത്രീവർഷവരഭൂയിഷ്ഠ ഉപതസ്തുര്യഥാ പുരാ.
പിന്നെ പരിചരണത്തിൽ വിദഗ്ധരായവരും സദാചാരനിരതരുമായ സ്ത്രീകളും നപുംസകങ്ങളും പതിവ് പോലെ വന്നു ചേർന്നു. ശ്ലോകം 8. ഹരിചന്ദന സംവ്യക്തമുദകം കാഞ്ചനൈർഘടൈകൈ ആനിന്യുസ്നാന ശിക്ഷാജ്ഞ യഥാകാലം യഥാവിധി. ശ്ലോകം 8ൻ്റെ അർത്ഥം: രക്തചന്ദനമിട്ട വെള്ളം കൊണ്ട് സ്നാനം ചെയ്യിക്കുന്നതിൽ ശിക്ഷണം ലഭിച്ചവർ യഥാകാലം യഥാവിധി കാഞ്ചനക്കുടങ്ങളിൽ കൊണ്ടുവന്നു. ശ്ലോകം 9. മംഗളാലംഭനീയാനി പ്രാശനീയാന്യുപസ്കരാൻ ഉപാനിന്യുസ്തഥാ പുണ്യ കുമാരീ ബഹുലാ സ്ത്രീയഃ. ശ്ലോകം 9ൻ്റെ അർത്ഥം: കുമാരിമാരായ സുന്ദരീഗണം മംഗളകരമായ ലേപന വസ്തുക്കളും അലങ്കാരങ്ങളും സേവിക്കാനുള്ള വസ്തുക്കളുമൊക്കെ കൊണ്ടുവന്നു. ശ്ലോകം 10. സർവലക്ഷണസമ്പന്നം സർവം വിധിവദർച്ചിതം സർവം സുഗുണലക്ഷ്മീവത് തദഭൂതാഭിഹാരികം. ശ്ലോകം 10ൻ്റെ അർത്ഥം: എല്ലാം ലക്ഷണമൊത്തവണ്ണം വിധി പോലെ അർപ്പിക്കപ്പെട്ടവയെല്ലാം മുറ പോലെ കൊണ്ടുവന്നു വെച്ചു. എല്ലാ ഐശ്വര്യത്തികവർണ്ണവയായിരുന്നു. അവയെല്ലാം തന്നെ ഐശ്വര്യം കൊണ്ട് വളരെ മഹത്വമുള്ളതായിരുന്നു. ശ്ലോകം 11. തതസൂര്യോദയം യാവത് സർവം പരിസമുത്സകം തസ്താവനുപസംപ്രാപ്തം കിംസിദിത്യുപശങ്കിതം. ശ്ലോകം 11ൻ്റെ അർത്ഥം: എല്ലാവരും വിചാരപ്പെട്ടവരായി എന്തുണ്ടായോ എന്ന് ശങ്കിച്ചും കൊണ്ട് സൂര്യോദയം വരെ കാത്തുനിന്നു. ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം ഉണ്ടായിട്ടും രാജാവ് ഉണരുന്നില്ല. ശ്ലോകം 12. അധയാ കോസലേന്ദ്രസ്യ ശയനം പ്രത്യനന്തരാഃ താ സ്ത്രീയസ്തു സമാഗമ്യ ഭർത്താരം പ്രത്യബോധയൻ. അപ്പോൾ കോസലേന്ദ്രൻ്റെ പര്യങ്കത്തിനടുത്തുണ്ടായിരുന്നവരായ അന്തഃപുര സ്ത്രീകൾ ഭർത്താവിനെ ഉണർത്താൻ തുനിഞ്ഞു. ശ്ലോകം 13. അഥാപ്യുചിതവൃത്താസ്ത വിനയേന നയേന ച നഹ്യസ്സ ശയനം സ്പൃഷ്ട്വാ കിഞ്ചിദപ്യുപലേഭിരേ. ശ്ലോകം 13ൻ്റെ അർത്ഥം: സച്ചരിത്രകളായ അവർ വിനയത്തോടെയും നയത്തോടെയും ശയനം തൊട്ടു നോക്കിയിട്ടും ഒന്നും അവർക്ക് പിടികിട്ടിയില്ല. ശ്ലോകം 14. താ സ്ത്രിയ സ്വപ്നശീലജ്ഞാ ചേഷ്ടാം സഞ്ചലനാദിഷു താവേപഥുപരീതച്ഛ യാജ്ഞാ പ്രാണേഷു ശങ്കിതാഃ. ശ്ലോകം 14ൻ്റെ അർത്ഥം: നിദ്രാ സ്വഭാവത്തെക്കുറിച്ചറിയാവുന്ന ആ സ്ത്രീകൾ വെമ്പലോടെ ചേഷ്ട, ചലനം എന്നിവ നോക്കിയിട്ട് പ്രാണൻ്റെ അവസ്ഥയെക്കുറിച്ച് ശങ്കയുള്ളവരായി തീർന്നു. ശ്ലോകം 15. പ്രതിസ്രോതസ്തൃണാഗ്രാണാം സദൃശം സംചകാശിരേ അഥ സന്ദേഹമാനാനാം സ്ത്രീണാം ദൃഷ്ട്വാ ച പാർത്ഥിവം യത്തദാ ശങ്കിതം പാപം തദാ ജജ്ഞേ വിനീക്ഷയഃ. ശ്ലോകം 15ൻ്റെ അർത്ഥം: പുഴയൊഴുക്കിനെതിരായി വർത്തിക്കുന്ന പുല്ലുകളുടെ തലപ്പുകൾ പോലെ അവർ പ്രകമ്പിതരായി തീർന്നു. സന്ദേഹം ആണ്ടവരായ ആ സ്ത്രീകൾ രാജാവിനെ നന്നായി നോക്കിയിട്ട് ആശങ്കപ്പെട്ടു. അശുഭം സംഭവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് ഉറപ്പായി തീർന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.